ഖുറാനിലെ വളരെ ആഴത്തിലുള്ള ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദൈവീക രേഖ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങള്, മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ, അതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇവിടെയാണ് ഒരു പ്രപഞ്ച കണക്ക് പുസ്തകം എന്ന ആശയം വരുന്നത്. ഒന്നും വെറുതെ ആവുന്നില്ല, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ എന്താണ് ഈ ദൈവീക രേഖ? ഇത് നമ്മുടെ ഓർമ്മകൾ പോലെയല്ല, തെറ്റുപറ്റാത്ത, തിരുത്താനാവാത്ത ഒരു കംപ്ലീറ്റ് റെക്കോർഡാണ്. ഖുറാൻ പറയുന്നത് സകല വസ്തുക്കളെയും എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അതായത് അത്രയ്ക്കും കൃത്യമാണ് ആ കണക്കെടുപ്പ്. ഈ രേഖയെക്കുറിച്ച് പറയാനുപയോഗിക്കുന്ന ഏറ്റവും ശക്തമായൊരു രൂപകമാണ് എഴുതപ്പെട്ട പുസ്തകം എന്നത്. എഴുതപ്പെട്ട രേഖ എന്ന് പറയുമ്പം ഓർക്കണം, അത് മാഞ്ഞുപോകില്ല, അതിൽ തർക്കിക്കാൻ പറ്റില്ല, അതാണ് അവസാനത്തെ സത്യം. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. മനുഷ്യന്റെ ഓർമ്മ മങ്ങാം, പക്ഷേ ഈ ദൈവിക രേഖയോ അത് സ്ഥിരവും കൃത്യവുമാണ്. ശരി, അപ്പോ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? എന്തിനാണിങ്ങനെ? ഇതാണതിന്റെ പോയിന്റ്. സമ്പൂർണമായ നീതിയും ഉത്തരവാദിത്വവും. ഒന്നിനും ഒരു കണക്കില്ലാതെ പോകുന്നില്ല. ഈ ഉത്തരവാദിത്വത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ആശ്വാസം തരും, മറ്റൊന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇത് കേവലം ശിക്ഷയെക്കുറിച്ചല്ല, മറിച്ച് ഒരു തികഞ്ഞ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ഓരോ നിമിഷവും ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പായാൽ നിങ്ങളുടെ ഒരു ദിവസത്തിൽ എന്ത് മാറ്റം വരും? അപ്പോ ഈ ചിന്ത നമ്മളെ ഒരു പുതിയ ജീവിത രീതിയിലേക്ക് നയിക്കും. അതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ, ആരും കാണുന്നില്ലെന്ന് നമ്മൾ കരുതുന്ന നിമിഷങ്ങൾക്ക് പോലും വലിയ വിലയുണ്ടാകുന്നു. അതായത് നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും കൂടുതൽ ശ്രദ്ധിക്കാൻ ഇതൊരു ആഹ്വാനമാണ്. അപ്പൊ ജീവിതം വെറുമൊരു സംഭവങ്ങളുടെ പരമ്പരയല്ല, അത് നമ്മൾ തന്നെ എഴുതുന്ന ഒരു കഥയാണ്. ഓരോ ദിവസവും ഒരു പുതിയ പേജാണ്. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പും, അതിലെ ഓരോ വാക്കും. അപ്പോ ആ പേന നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എങ്ങനെയുള്ളൊരു കഥയാണ് എഴുതാൻ പോകുന്നത്? وَكُلَّ شَيْءٍ أَحْصَيْنَاهُ فِي إِمَامٍ مُبِينٍ وَكُلَّ شَيْءٍ أَحْصَيْنَاهُ كِتَابًا